അണ്ണ 499K ജസ്റ്റ് 1K മോർ അത്രയോടെ ഉള്ള എലിക്കിനി. നമുക്ക് എലിക്കൊരു റൈഡ് പോയിട്ട് തിരിച്ച് വന്നാലോ? എലി 500K ആവാൻ പോണെന്ന്. എലിയുടെ ചാനലിന്റെ പേരെന്തായിരുന്നു? എലി ഗെയിമിങ്. അല്ല എത്രയായി? 499 ഗൈസ്. 499. ലെറ്റ്സ് ഗോ ഗൈസ്. എല്ലാരും ഒന്ന് പോയി ജസ്റ്റ് ഒരു 500K ആക്കിട്ട് വാ. 500K 500,000. ലെറ്റ്സ് ഗോ. വലിയ മൈൽ സ്റ്റോൺ ആണ് ഗൈസ്. ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. എല്ലാരും ഒന്ന് പെട്ടെന്ന്. എന്ത് അലമ്പൊരു അലമ്പയല്ല. അപ്പോ നമ്മള് പോവാണേ. റൈഡാ. താങ്ക് യു സോ മച്ച് ഈഗിൾ ഗെയിമിംഗ് ഫോർ ദ റൈഡ്. എന്തൊരു ലൈറ്റാ നോക്കിയാ? 1 2 3 4. ഈ ഒരു ഏരിയ ആയിട്ട് ഏകദേശം ഒരു 8 ലൈറ്റ് 4 ഡാർഷീന്ന് വെച്ചിട്ടുണ്ട്. 400 വേണം. ഇപ്പൊ 500K ഒക്കെ ഇപ്പൊ അടിക്കും. അടിച്ചാ 500 ആയി. 500 ആയി. അത് ജോയിനാ. 400K വരെ ഭയങ്കര ഈസി ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റേ ഫ്രീ ഫയർ 400 ഒരു 350 370 400K വരെ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. പക്ഷെ 500K ഞാൻ കുറച്ച് അധികം സമയം എടുത്തു, ഒത്തിരി സമയം എടുത്തു. താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സീരിയൽ അല്ലേ? ആൾക്കാർ എങ്ങനെ വരും ഈ ചാനലിലോട്ട്? താങ്ക് യു. അപ്പോ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. എനിക്ക് 500K എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയ ഇതാണ്. ഞങ്ങൾക്ക് ആട്ടം പോലെയാണ് 500K. എന്തൊക്കെ കേൾക്കണം. ഞാനിങ്ങനെ ആലോചിക്കുവേ, ഞാൻ എങ്ങനെയാണ് ഈ ലൈക്ക് ഞാനൊരു ഗെയിമർ ഒന്നും അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എങ്ങനെയാണ് ഇത്രയും നാള് പിടിച്ചു നിന്നെന്ന്. ഇങ്ങനെ ഇത്രയും നാള് ഞാൻ പിടിച്ചു നിന്ന് എങ്ങനെയാന്ന് ഒത്തിരി തവണ എന്തൊക്കെയോ സംഭവിച്ചു അറിയത്തില്ല. അപ്പൊ താങ്ക് യു സോ മച്ച്. ബൈ. സീ യു. ഞാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് അങ്ങനെ ലൈവിലിരുന്ന് ഇമോഷണൽ ആവാൻ താല്പര്യമില്ല. ഇമോഷണൽ ആയ ശൈലി മേക്കപ്പ് ഒക്കെ വിഷമിപ്പിക്കല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ സബ്സ്ക്രൈബിങ് ആൻഡ് നമ്മളെ സ്ഥിരം കാണുന്ന കുറെ പിള്ളേരുണ്ട്. അവർക്ക് എല്ലാവർക്കും താങ്ക് യു. ലിപ്സ്റ്റിക് കഴിവില്ലെന്ന അങ്ങനല്ല, എന്നാലും താങ്ക് യു സോ മച്ച് ഗൈസ്. ലൈറ്റിന്റെ ഗീവ് അവേ എപ്പോഴാണെന്നോ? ലൈറ്റ് ഞാൻ ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. ഞാൻ പറയാം. വാച്ചായിരുന്നു 500K അടിക്കുമ്പോ ഗീവ് അവേ കൊടുക്കാന്ന് പറഞ്ഞത്. കാസിയന്റെ ഒരു വാച്ച്, അത് നമുക്ക് സെറ്റ് ആക്കാം. അത് നമ്മൾ ലൈവിൽ കൊടുക്കാന്നാ പറഞ്ഞു. ഞാനതിപ്പം തിങ്കളാഴ്ച വന്നിട്ട് ഞാൻ സെറ്റ് ആക്കാം. അത് സീരിയലാ. ലവ് യു ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ട്. നാളെ മൂഡ്സിന് എല്ലാവർക്കും മന്തി വാങ്ങിച്ചരാ. അവള് തന്നെ ഫുഡ് കഴിക്കണ കൊളാപ്പിട്ടിട്ടാണ്. അപ്പോഴാണ് ഇനി മോഡ്സിന് മന്തി. ലിപ്സ്റ്റിക്കോ പല്ലില്? ഞാൻ കമന്റ് പോകട്ടോ. നിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാനില്ലായിരുന്നേ. അപ്പൊ ഈ ലൈറ്റിന്റെ കളർ മാറ്റേണ്ട എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ആ കളറ് കണ്ട കളർ ഇട്ടോണ്ടിങ് വന്നു. അയ്യോ താങ്ക് യു. താങ്ക് യു സോ മച്ച്. എന്തൊക്കെ സ്ട്രഗിൾ അല്ലേ ഒരു പാവം ഗേൾ സ്ട്രീമറിന്. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇവൻ എന്നെ ലൈവിലിരുന്ന് റോസ്റ്റ് ചെയ്യുന്നത് മറ്റേ ഡിസ്കോഡ് റോൾസിൽ റോസ്റ്റ് ചെയ്തതും ആർപ്പിക്കാത്തത് റോസ്റ്റ് ചെയ്തത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും ആക്ച്വലി നേരിൽ കണ്ടാലും ഇങ്ങനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തുപ്പോട് തുപ്പാണ്. നിങ്ങൾ അതുകൊണ്ട് എനിക്കത് വലിയൊരു പുത്തരി ഒന്നല്ല. ഞാനിത് സ്ഥിരം കേൾക്കുന്നതാണ്. നമ്മൾ തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പാടില്ലടാ ഒരാളോട്. ഇങ്ങനൊന്നും ചെയ്യാൻ ഒരിക്കലും പാടില്ല. മുടിയാണോടാ നീ പറഞ്ഞത്? എന്റെ കോഴിവള്ളിന്ന് നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. ഞാൻ ഇനി 2 ദിവസത്തേക്ക് വരാം. ഇതാണ് ഇവളുടെ പരിപാടി, മനസ്സിലായ? ഇങ്ങനെ വൃത്തിയായിട്ട് എങ്ങനെ കപ്പിളാർപ്പ് ചെയ്യുന്നത്? ഞാൻ ഇത്രയും വർഷം കല്യാണം കൊണ്ട് 1990
ഇതാണ് ഞാൻ ഇത്രയും വർഷമായിട്ട് സീരിയസ് ആയിട്ട് ഇതിങ്ങനെയായിരുന്നു. ഇതാണ് എന്റെ കപ്പിളർ, മനസ്സിലായ? ഇവള് വരും, ആർപ്പി ഉണ്ടായിരുന്ന സമയത്ത് ഇവള് വരും, 2 ദിവസം ഞങ്ങൾ ഒരു ദിവസം സംസാരിച്ച, പിന്നെ 1 മാസത്തേക്കില്ല. ഇതെവിടെ കൊടൈക്കനാലും ഇങ്ങോട്ട് പോയി, അവള് പോയി, മനസ്സിലായ? ഇനിയില്ല, ഇനി ഇങ്ങനെ ഒരാളെ പ്രതീക്ഷിക്കരുത് ഇവിടെ.